സുഹൃത്തെ, ഇന്ന് നമുക്ക് അതുപോലെ തന്നെയാണ് നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളുടെ എനർജി, നിങ്ങളുടെ പേഴ്സണൽ എനർജി, നിങ്ങളുടെ ഇടയിൽ ഇപ്പോൾ നിന്ന് പോകുന്ന എനർജി എന്താണ്, പിന്നെന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഹെൽത്ത് വൈസ് എങ്ങനെയാണ്, നിങ്ങളുടെ പേഴ്സൻ്റെ തുടർന്നുള്ള തീരുമാനം എന്താണ് ആണ് നോക്കുന്നത്. അപ്പോൾ ഞാനിവിടെ കുറച്ച് കാർഡുകൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങളെല്ലാവരും മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന വ്യക്തികളാണെന്ന് തോന്നുന്നു. പിന്നെ നിങ്ങൾക്ക് ഫിനാൻസ് ആവശ്യം വരുമ്പോഴത്തേക്ക് ഫിനാൻസ് പരമായിട്ട് നമുക്കൊരു സ്വിച്ച് ഇവിടെ ഉണ്ട്. ഡിവൈൻ കൗണ്ട് ടുഗദർ നൗ എന്നൊരാൾ വാട്സുണ്ട്. നിങ്ങളതൊന്ന് വെറുതെ മനസ്സിൽ പറഞ്ഞിട്ട് നടന്ന് നോക്കുക, കുറച്ച് ദിവസം അടുപ്പിച്ച്. തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഫലവത്താകുന്നതാണ്. ഡിവൈൻ കൗണ്ട് ടുഗദർ നൗ. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം നിങ്ങളുടെ കറണ്ട് എനർജി എന്താണെന്ന് നോക്കട്ടെ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ താങ്ക് യു പറയുകയാണ് എൻ്റെ വീഡിയോ കാണുന്നതിലും കമൻറ്റ് ചെയ്യുന്നതിലും. നിങ്ങളത് അതേപോലെ ലൈക്ക് ചെയ്യുന്നതിനൊക്കെ ഞാൻ താങ്ക് യു പറയുന്നു. ഇതാണ് നിങ്ങളുടെ എനർജി, ദ മജീഷ്യൻ. ഇന്നലത്തെ റീഡിങ്ങും വളരെ നല്ലത് തന്നെയായിരുന്നു. മജീഷ്യൻ എന്ന് പറഞ്ഞാൽ കണ്ടറിയാമല്ലോ, അതായത് നല്ലൊരു എനർജിയാണ്. അവിടെ 4 എലമെൻറ്റ്സ് ഉണ്ട്. അതേപോലെ തന്നെ കയ്യിൽ മന്ത്രികണ്ടുണ്ട്, തലയ്ക്ക് മുകളിൽ മാനിഫെസ്റ്റേഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്തോളൂ എന്നാണ് ഈ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യം എന്ത് തന്നെയാണെങ്കിലും മാനിഫെസ്റ്റ് ചെയ്യാം. അത് വിഷ്വലൈസ് ചെയ്യുക. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ആഗ്രഹം നിങ്ങൾ ഫോക്കസ് ചെയ്യുക. പക്ഷേ നിങ്ങൾക്ക് റിലേഷൻഷിപ്പാണെങ്കിൽ അതല്ല വീടാണെങ്കിൽ എന്താണെങ്കിലും നിങ്ങളത് തീർച്ചയായിട്ടും എഴുതി വെക്കാം. അതേപോലെ നിങ്ങൾക്കത് എന്നിട്ടത് വിഷ്വലൈസ് ചെയ്യാം, ചിത്രീകരിച്ച് കാണാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ നോക്കിയാൽ കിട്ടാവുന്നതാണ് EFT എന്നുള്ളൊരു ഇമോഷണൽ ഫ്രീഡം ടെക്നിക്ക്. അത് നിങ്ങൾക്ക് ഒന്ന് ചെയ്യാവുന്നതാണ്. അത് വളരെയധികം ടാപ്പിംഗ് പ്രോഗ്രാമാണ്. അതും വളരെയധികം എഫക്റ്റീവാണ്. അത് പൈസ കൊടുത്ത് പഠിക്കേണ്ട സംഭവമാണ്. പക്ഷേ ഒരെണ്ണം യൂട്യൂബിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഫ്രീ ആരോ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നല്ലതാണ്. അത് നമ്മുടെ ഓരോ പോയിന്റിൽ ടാപ്പ് ചെയ്തിട്ട് നമ്മൾ ബ്രെയിനിലേക്ക് കമാൻഡ് കൊടുക്കുന്നതാണ്. അതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ നമ്മുടെ കുറേ കാര്യങ്ങൾക്ക് മാറ്റം വരുന്നതാണ്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ എനർജി. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്താണെന്ന് നോക്കട്ടെ. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ഇതാണ്. 3 ഓഫ് വൺസ് ആണ്. കണ്ടറിയാം. ഇത് 3 ഓഫ് വൺസ് പറഞ്ഞാൽ പുറത്തേക്ക് പോകാനായിട്ട് കപ്പൽ വരാൻ നോക്കി നിൽക്കുന്നൊരു വ്യക്തിയാണ്. അതായത് അടുത്തത് മാനിഫെസ്റ്റേഷനാണ്. ഈ കാർഡ് കഴിഞ്ഞാൽ അടുത്തത് മാനിഫെസ്റ്റേഷനാണ്. തീർച്ചയായിട്ടും ഈ വ്യക്തി മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു. പക്ഷേ നിങ്ങളുടെ ഒപ്പം ആയിരിക്കാം. അതേപോലെ തന്നെ തീർച്ചയായിട്ടും അടുത്ത കാർഡ് ചെറിയൊരു മാനിഫെസ്റ്റേഷനാണ്. അപ്പോൾ 3 കഴിഞ്ഞ് 4 ചെറിയൊരു മാനിഫെസ്റ്റേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത് തന്നെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ നടക്കുന്നതാണ് തീർച്ചയായിട്ടും. അപ്പോൾ നിങ്ങളുടെ ഇടയിലുള്ള എനർജി എന്തെന്ന് നോക്കട്ടെ. അതൊരു ക്യൂൻ ഓഫ് കപ്സ് ആണ്. അതായത് വൈകാര്യമായ അവസ്ഥയാണ് നിങ്ങൾ രണ്ടുപേരുടെ ഇടയിലുള്ളത്. കണ്ടറിയാം. തൻ്റെ സ്വന്തം കപ്പെന്ന് പറഞ്ഞാൽ തന്നെ അറിയാം, വെള്ളമാണ്. അത് വികാരമാണ്, സ്നേഹമാണ്. ഇവിടെ കപ്പിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്ഞിയാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെ മനസ്സിൽ വൈകാര്യമായ അവസ്ഥയാണ്, സ്നേഹമുണ്ട്. രണ്ടുപേർക്കും പരസ്പരം സ്നേഹമുള്ളതായിട്ടാണ് കാണുന്നത്. രണ്ടുപേർക്കും നല്ല കാർഡാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നിങ്ങളുടെ പേഴ്സൻ്റെ ഹെൽത്ത് വൈസ് നോക്കട്ടെ. ഇത് 5 ഓഫ് പെന്റക്കിൾസ് റിവേഴ്സാണ്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ പേഴ്സൺ ഹെൽത്ത് പരമായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് നേരിടുന്ന വ്യക്തിയാണെങ്കിൽ അതിൽ കരകയറിയിട്ടുണ്ട്. കുറച്ച് അത് തിരിച്ചു വന്നിരിക്കുന്നു. അപ്പോൾ തിരിച്ചു വരുമ്പോഴത്തേക്ക് അറിയാം തീർച്ചയായിട്ടും ഹെൽത്ത് ഇപ്പോൾ ക്ലിയർ ആയിക്കൊണ്ടിരിക്കുന്നു, ബെറ്റർ ആയിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ തീരുമാനം, ഔട്ട്കം എന്താണെന്ന് നോക്കി അദ്ദേഹത്തിൻ്റെ തീരുമാനം. അതും ഒരു മേജർ ആക്കുന്ന കാർഡാണ്. ഇത് ഫൂളാണ്. ഫൂളെന്ന് പറഞ്ഞാൽ കണ്ടറിയാം, പാസ്റ്റിലെ കാര്യങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് ഒരു ചെറിയ പാണ്ടക്കെട്ട് എടുത്തിട്ട്, അതായത് ഫ്യൂച്ചറിലേക്കുള്ള കുറച്ച് കുറച്ച് സാധനങ്ങളെടുത്ത് മുന്നോട്ട് പോകുന്നൊരു വ്യക്തിയാണ് കാണുന്നത്. ഇവിടെ ലൈഫ് ആരംഭിക്കുകയാണ്, പുതിയതായിട്ട് തുടങ്ങുകയാണ്. യൂണിവേഴ്സിനെ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. മുന്നിൽ ഗർത്തമുണ്ടെങ്കിൽ പോലും അവിടെ അടുത്തേക്കുന്ന നായ പ്രൊട്ടക്ഷനാണ്. അവൻ സിഗ്നൽ കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും അത് ശ്രദ്ധിക്കാതെ പൂർണ്ണമായിട്ട് യൂണിവേഴ്സിനെ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നൊരു വ്യക്തിയാണ് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മുന്നോട്ട് പോകാൻ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ തീരുമാനം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുകൂലമാണ്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഇത് ഈ കാർഡ് കിട്ടിയാൽ ഇത് നല്ലൊരു ലൈഫാണ്, നല്ല ലവ് അഫെയറാണ്. അതേപോലെ തന്നെ പ്രഗ്നൻസിയാണ്. അങ്ങനെ കുറേ കാര്യങ്ങൾ, കുറേ നല്ല കാര്യങ്ങൾക്കുള്ളൊരു കാർഡാണിത്. അപ്പോൾ നമ്മൾ സ്വർണ്ണ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ മാത്രമേ ഇതൊരു മേ ബി വന്നേക്കും. ബാക്കിയുള്ള എല്ലാം നല്ല കാർഡാണ്.
അപ്പോൾ എന്ത് തന്നെയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നല്ലൊരു മാറ്റം പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ നടക്കുന്നുണ്ട്. നിങ്ങൾ ഈ റീഡിങ് കാണുന്നതിലൂടെ, ഈ ടാരറ്റ് റീഡിങ് കാണുന്നതിലൂടെ നിങ്ങൾക്ക് ഹീലിംഗ് നടക്കുന്നുണ്ട്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ ടാരറ്റ് റീഡിങ് കാണുന്നതും അതുപോലെ ചെയ്യുന്നതൊക്കെ ഹീലിംഗ് പ്രോസസ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹീലിംഗ് നടക്കുന്നുണ്ട്. ഇത് കാണുന്നതിലൂടെ ഹീലിംഗ് നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് സമാധാനം കിട്ടുന്നില്ലേ? അപ്പോൾ അതൊരു ഹീലിംഗ് പ്രോസസ്സാണ്. അപ്പോൾ നിങ്ങൾക്കിത് ക്ലെയിം ചെയ്തെടുക്കാവുന്നതാണ്. അത് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മാനിഫെസ്റ്റേഷനൊക്കെ എഴുതി വെക്കാവുന്നതാണ്. ഡെയിലി എഴുതി വെക്കാം. അതൊന്ന് വായിച്ച് നോക്കാം. നിങ്ങൾക്ക് വേദനാജനകമായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, മറക്കാൻ പറ്റാത്തതോ അല്ലെങ്കിൽ വേദന നിറഞ്ഞതോ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ അത് എഴുതിയിട്ട് കത്തിച്ച് കളയാവുന്നതാണ്. അത് എപ്പോഴും നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിന് ഫ്രീഡം കിട്ടുന്നു അല്ലെങ്കിൽ ഫ്രീ ആവുന്നു, അതുവരെ എഴുതി കത്തിച്ച് കളയുക. അതൊരു പ്രോസസ്സിംഗ് ആണ്, അതൊരു ഹീലിംഗ് പ്രോസസ്സാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.